ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിന് വേണ്ടി ഞാൻ ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷ അംഗീകരിക്കണം. ഓട്ടോ തൊഴിലാളിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. തിരുവനന്തപുരം സിറ്റിയിലാണ് വണ്ടി ഓടുന്നത്. ഇന്നെനിക്ക് വണ്ടി ഓടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വണ്ടി ഓടാൻ പറ്റുന്നുണ്ട്, പക്ഷേ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രൂപ പോലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഇപ്പം വണ്ടി ഓടുകയാണ്, 500 രൂപയ്ക്ക് ഡീസൽ അടിക്കുകയാണെങ്കിൽ 450 രൂപ പോലും വണ്ടി പൈസ കിട്ടുന്നില്ല. ഭയങ്കര ഒരു പ്രതിസന്ധിയിലാണ് സാർ ഓടുന്നത്. ഞാൻ മാത്രമല്ല, ഓട്ടോ തൊഴിലാളികളെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ആരും പറയാൻ മടിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് സാർ അംഗീകരിക്കണം. അത് 10 രൂപ ബസ്സാണ്. ഇപ്പം 15 രൂപ ആക്കിയിട്ടുണ്ട്. ഈ 15 ആക്കിയാലും തിരുവനന്തപുരം സിറ്റി ഫുള്ള് വണ്ടി ഓടുകയാണ്. നമ്മളെ വണ്ടി കണ്ടാൽ പോലും ജനങ്ങൾ തിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു വില തരുന്നില്ല. നേരത്തെ 10 രൂപ ബസ് വരുന്നതിന് മുമ്പ് നമ്മളെ വണ്ടി കയറുമായിരുന്നു. ആൾക്കാരെല്ലാവരും കയറും. കയറാത്ത ആൾക്കാർ ചുരുക്കമാണ് എല്ലാവരും. നമ്മളിപ്പം കയറ്റിക്കൊണ്ടുവന്ന വണ്ടിയിൽ കയറിക്കൊണ്ടുവന്ന് ഇപ്പം ബസ് കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക. നമ്മളെ കാണാൻ തിരിഞ്ഞു നിൽക്കുക. ഭയങ്കര പുച്ഛമായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് ഇപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഇപ്പം തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ ഉള്ളൊരു ബസ് ഇറങ്ങുന്നുണ്ട് എന്ന് സാർ ഇപ്പം ഈയിടെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിരുന്നു. അതിനകത്ത് സാർ സംസാരിക്കുന്നത് ബസ് ഓണത്തിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. 20 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ വീട്ടു നടയിൽ വന്ന് ആളെടുക്കുമെന്ന് സാറ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഓട്ടോയും കൂടെ സാർ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് വണ്ടി വരുമെന്ന്. അപ്പം ഓട്ടോക്കാരൻ എന്താണ് സാറിന് തെറ്റ് ചെയ്തത്? ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതാണ് സാറിന് തടസ്സം. ഗതാഗത തടസ്സം KSRTC ഉണ്ടാക്കുന്നില്ലേ? എത്ര KSRTC ബസ് വഴി കിടക്കുന്നു? അത് ഗതാഗത തടസ്സമല്ല. നമ്മൾ ഓട്ടോ വഴി കടന്നു കഴിഞ്ഞാൽ അതങ്ങനെ അത് പെട്ടെന്നെടുത്ത് മാറ്റും. ഉരുട്ടിയെങ്കിലും മാറ്റാം, ഏതെങ്കിലും ഇടയിൽ അങ്ങ് കൊണ്ടുവരാം. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഓട്ടോ എടുത്ത് വണ്ടി ഓടുന്നത്. ജീവിക്കാനുള്ള മാർഗം വേണ്ടേ? അവന് മേസ്തിരി പണിക്ക് പോകാനുള്ള കഴിവ് വേണ്ടേ? അതാണ് ഓട്ടോ എടുത്ത് പോകുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കാം, നിനക്കെന്ത് കഴിവില്ലേ മേസ്തിരി പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാം. എൻ്റെ കാര്യമാണ്, ഞാൻ എങ്ങനെ പോകണമെന്നോ ഒക്കെ. നമുക്കൊരു അസുഖം വരുമ്പോൾ അല്ലേ നമ്മൾ ഡോക്ടർ പറഞ്ഞ അധികം വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല, എന്തെങ്കിലും ചെറിയൊരു തൊഴിൽ ജീവിക്കണമെന്ന് പറയുന്നത്. ഡോക്ടർ പറയുന്നതാണ് നമ്മൾ അനുസരിക്കുന്നത്, അല്ലാതെ നമ്മൾ സ്വയം ചിന്തിച്ചില്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഒരു ഓട്ടോ എടുത്ത് വണ്ടി ഓടാം, കുടുംബം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ കുടുംബം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേപോലെ 10 രൂപ ബസ് വന്നത്. 10 രൂപ ബസ് വന്ന് നമുക്ക് ഓട്ടോ ഇല്ല, ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ ഇല്ല. ഭയങ്കര കഷ്ടത്തിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ദിവസം പോകുന്തോറും ടെൻഷനാണ്. വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോഴും വീട്ടിൽ കയറുമ്പോൾ ബഹളമാണ്. ആഴ്ചയിൽ 7 ദിവസം ഫിനാൻസ് എടുത്തിട്ടുണ്ട്. എക്സാപ്പും മൈക്രോ ഫിനാൻസും ഇങ്ങനെ പറയുന്ന കുറേ ഫിനാൻസ് എടുത്തിട്ടുണ്ട്. എടുത്ത പൈസ അടയ്ക്കണ്ടേ? തിരിച്ചടയ്ക്കണേ വണ്ടി ഓടണമല്ലോ. അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ചിലവുകളും. 5 പിള്ളേർ, 5 പേര് കാണും വീട്ടിൽ. 5 പേർക്ക് ആഹാരം വെച്ച് കൊടുക്കണം. ഈ ഓട്ടോ ഓടിയാണ് ആഹാരം വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ കൈ വീശിയാണ് വീട്ടിലോട്ട് പോകുന്നത്. തിരുവനന്തപുരം സിറ്റി തമ്പാനൂരിൽ നമ്മൾ ഒരു വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ പെറ്റിയാണ് അടിച്ചു തരുന്നത്. അവിടെ 2 മിനിറ്റ്, 1 സെക്കൻഡ് പോലും അവിടെ ഇടാൻ സമ്മതിക്കുന്നില്ല.
അതേസമയം KSRTC ബസ് ആ ട്രെയിൻ വരുന്ന സമയത്ത് വന്ന് കൊണ്ടുപോയി നിർത്തും. ഗതാഗത തടസ്സം കൂടുതലും ഉണ്ടാക്കുന്ന KSRTC ബസ്സാണെന്ന് ഞാൻ പറയുന്നു. ഏറ്റവും കൂടുതലും ബ്ലോക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുന്ന സമയത്താണ് അവിടെ തമ്പാനൂർ ബ്ലോക്ക് വരുന്നത്. KSRTC 10-ൻ്റെ ബസ്സും മറ്റ് ബസ്സുകളെ കൊണ്ടിടുമ്പോഴാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ഓട്ടോയെക്കുറിച്ചാണ് കുറ്റം പറയാൻ എല്ലാവരും 100 നാവാണ്. ഇപ്പം ഞാനിപ്പം കുറ്റം പറയുമ്പം തന്നെ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ തെറി വിളിക്കും. നിനക്കെന്താ കാര്യം, നിൻ്റെ കാര്യം, നിനക്കെന്താ ആവശ്യമുണ്ടോ? പക്ഷേ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. തെറി വിളിക്കുന്നവർക്ക് വിളിക്കാൻ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെ എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് തമ്പാനൂർ ഭാഗത്ത് 4 പ്രീപെയ്ഡ് കൗണ്ടറുണ്ട്. 4 പ്രീപെയ്ഡ് കൗണ്ടറിൽ കൊടുക്കാൻ ശമ്പളമില്ല. അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ ശമ്പളമില്ല. പ്രീപെയ്ഡ് കൗണ്ടറിലോടും പൈസയില്ല. ആ ജോലിക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസമാണ് ചിലപ്പോൾ പ്രീപെയ്ഡ് കൗണ്ടറൊക്കെ ചിലപ്പോൾ തുറക്കുന്നത്. ആളില്ല, അവന്മാർ വരുന്നില്ല. മിക്ക ദിവസവും പ്രീപെയ്ഡ് കൗണ്ടർ അടച്ചിരിക്കുക. ഇപ്പം ഓൺലൈൻ ഓട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ഇത് യൂബറും അങ്ങനെയൊക്കെ 3-4. അവർക്ക് ഒരു ഓട്ടം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് പോലും ഓട്ടമില്ല. ഇതിനൊരു തീരുമാനം സാറ് ഉണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിയിട്ട് 2 തോളിൽ പറഞ്ഞു പോകണം. നിങ്ങൾക്ക് അറിഞ്ഞോളൂ സാറ് നമ്മൾ ഈ 4 വീലർ വണ്ടി ഓടിക്കുമ്പോൾ അല്ല 3 വീലർ ഓടിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കുനിഞ്ഞ് കിടന്ന് നോക്കണം, ആരെയും കൊണ്ടോ എന്ന്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാർ. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു 10 രൂപ കാശ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എല്ലാം ഫിനാൻസ് അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അത് പുതിയ വണ്ടി എടുക്കുന്നപ്പം CNG ഇറങ്ങി. നല്ല കാര്യമാണ്. CNG ഇറങ്ങി കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട്. അവന് 450 രൂപയ്ക്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഓടുന്നില്ലേ CNGക്കാർ. പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് കറങ്ങാൻ പോലും പറ്റില്ല വണ്ടികളെ. ഏറ്റവും കൂടുതൽ നമ്മൾ സിറ്റിക്കകത്ത് മൊത്തം കറങ്ങിയാണ് ഓടുന്നത്. എല്ലാം കിട്ടുമെന്നും പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് കൗണ്ടറിൽ വരണ്ടേ ജനങ്ങൾ? പ്രീപെയ്ഡ് കൗണ്ടറിൽ വന്നാലല്ലേ നമുക്ക് അവിടെ കിടക്കാൻ പറ്റുള്ളൂ, വരിയിൽ കിടക്കാൻ പറ്റുള്ളൂ. പ്രീപെയ്ഡ് കൗണ്ടറിൽ വരുന്നില്ല. പിന്നെ പ്രാന്ത് പിടിച്ചാണ് വണ്ടി ഓടുന്നത്. പ്രാന്തെന്ന് പറഞ്ഞാൽ മുഴുവട്ടായിട്ടാണ് വണ്ടി ഓടുന്നത്. വെളുക്ക് വെളിയിൽ കിടന്ന് ഓടിയാലും ഇത് തന്നെ ഗതികേട്. നമ്മൾ ബാക്ക് കൊണ്ടുവച്ച് പിടിക്കും. തമ്പാനൂർ പ്രീപെയ്ഡ് 80 രൂപ എടുത്ത് അടിച്ച് ഇവിടെ തിരുമല വരെ പോകണമെങ്കിൽ തിരിച്ച് കാലിയാണ് ഇവിടെ തമ്പാനൂർ പറഞ്ഞത്. നോക്കി വരും ആളുണ്ടെന്ന്. ബാക്കി വന്ന് മറ്റവൻ വന്നിരിക്കുകയല്ലേ വണ്ടി ഓട്ടം പിടിക്കാനായിട്ട്. 10 രൂപ ബസ്, 15 രൂപ ബസ്. 80 രൂപയ്ക്ക് ഒരാളെ കൊണ്ടുവിട്ടിട്ട് വെറും കാലി അടിച്ചാണ് ഇവിടെ തമ്പാനൂർ പറഞ്ഞത്. ഇവിടെ വന്നാലോ ക്യൂവിൽ കിടക്കണം. പ്രീപെയ്ഡിലോട്ടം ഇല്ല. എന്തുകൊണ്ട്? 10 രൂപ ബസ് തേരാപ്പാര 10 രൂപ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഓടുന്നതിനോ വണ്ടി എടുക്കുന്നതിനോ ഒരു പ്രശ്നമില്ല. എത്ര വണ്ടി KSRTCയിൽ എടുത്താലും ഒരു കുഴപ്പമില്ല. ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, അത് പാവങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ നല്ലവണ്ണം ചെയ്യുക. KSRTC നല്ല വളർന്നതിനും കുഴപ്പമില്ല. ഇപ്പം KSRTC വളർന്ന ഇപ്പം വണ്ടി എടുത്ത് പോയി ജീവിക്കണ്ടേ? വണ്ടി ഓടി ജീവിക്കണ്ടേ? വർഷാവർഷം ടെസ്റ്റ് നടത്തണം. അതിന് വേണം 50,000 രൂപ വേണം.
അമ്മ ഞാൻ ടെസ്റ്റിന് പോയി അവിടെ ചെന്ന് പാസ്സായി തിരിച്ച് വന്ന് വണ്ടി ഓടുമ്പോൾ സൈഡിലൂടെ കൊണ്ട് ഒതുക്കിയിടണേ അതിന് പറ്റി 500 രൂപ. പാർക്കിങ്ങിന് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പാർക്ക് ചെയ്യുന്നതിനടുത്ത് പാർക്ക് ചെയ്തിട്ട് പോകുന്നത് അതിന് പെറ്റി കൊടുക്കണം. അത് കൊടുക്കില്ലെന്നില്ല, നിയമം ഉള്ളിടത്ത് പെറ്റി കൊടുക്കണം. പാർക്ക് ചെയ്തിട്ട് പോകുന്നിടത്ത് പെറ്റി കൊടുക്കണം. നോ പാർക്കിംഗ് എഴുതിയിരിക്കുന്നിടത്ത് വണ്ടി വയ്ക്കുകയാണെങ്കിൽ പെറ്റി കൊടുക്കണം. അത് കൊടുക്കില്ലെന്നില്ല, കൊടുക്കണം. ഇവിടെ 5 മിനിറ്റ് പോലും തമ്പാനൂർ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിൽക്കുന്നില്ല. റണ്ണിങ്ങിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഓടി വന്ന് ക്യാമറകളിൽ പതിച്ചിട്ട് പോവുക. വൈകുന്നേരം ആകുമ്പോൾ പെറ്റിയും വരും മെസ്സേജായിട്ട്. അതൊക്കെ കാണിക്കുന്നത് തെറ്റാണ് സാർ. എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് ഡീസൽ വെച്ച് 450 രൂപ, പിന്നെ 500 രൂപ പെറ്റിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ, ചിന്തിച്ച് നോക്കണം. പാവങ്ങൾ എങ്ങനെ ജീവിക്കും? നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ സാറേ, അല്ല ചാവാനല്ല, ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇത്രയും തേരാപ്പാര നമ്മൾ ഓടുന്നത്. പിള്ളേരെ വളർത്താനും ഒക്കെ. അല്ലാതെ മോട്ടിക്കാനല്ല നമ്മൾ ഈ വണ്ടി ഓടുന്നത്, ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒന്നാമത് മിനിമം 30 രൂപയേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ ഓട്ടം കിട്ടിയാൽ മതി, ആഴ്ചയിലൊരിക്കൽ ഓടിയാൽ മതിയോ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ? അല്ല, ആഴ്ച 2 ദിവസം ഓട്ടം കിട്ടിയാൽ മതി, കുടുംബം കഴിഞ്ഞു പോകുമോ? ഈ കടവും വാടകയും വീട്ടുവാടകയും കറണ്ട് ബില്ലും ഇതെല്ലാം കൊടുത്തിട്ട് എങ്ങനെ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്? സാറൊന്ന് ചിന്തിച്ച് നോക്കണം, പാവങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്. ഏറ്റവും കൂടുതലും പാവങ്ങളാണ് ഇപ്പം ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നത്. ഏറ്റവും കൂടുതലും 100% അവന് 10-70,000 രൂപ കൊടുത്ത് ഒരു പഴയ ഓട്ടോ എടുക്കും, അത് ഓടി ജീവിക്കുന്നു ടെസ്റ്റ് നടത്തി. അല്ലെങ്കിൽ 19,000-20,000 കൊടുത്ത് ഫിനാൻസിലൊരു വണ്ടി എടുത്തുകൊണ്ട് വരും. മാസം 8,500 രൂപ ഫിനാൻസ് അടയ്ക്കണം. വാടക, ചിലവ്, വീട്ടു ചിലവ്, ഫിനാൻസിൻ്റെത്, അത് ചെറിയ ഫിനാൻസിൻ്റെത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം 10-ൻ്റെ ബസ് 15 രൂപയ്ക്ക് നല്ല കാര്യമാണ്, 15 രൂപയ്ക്ക് നല്ല കാര്യമാണ്. അത് മിനിമം ആക്കുക, അല്ലെങ്കിൽ 10 രൂപ മിനിമം ആക്കുക. പാവങ്ങൾ വയറ്റത്തടിച്ചിട്ടല്ല KSRTC വളർത്താനായിട്ട്. പാവങ്ങൾ ജീവിക്കണ്ടേ. ഇപ്പം ഏറ്റവും കൂടുതലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് കൂടുതലും പൈസ ഇത് വാങ്ങിക്കുന്നത്, കൈക്കൂലി വാങ്ങിക്കുന്നത്. പാവപ്പെട്ടവർ 5 രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് പറ്റിയാണ്. വേറെ 5 രൂപ 32 രൂപ ഓട്ടോ ആയിരിക്കും, 3 രൂപ കൂടുതൽ വാങ്ങിക്കുമ്പം അത് പറ്റി. എവിടെയൊക്കെ അടിച്ചു താർക്കാൻ പറ്റുമോ അവിടെ രീതിയിലൊക്കെ അടിച്ചു താഴ്ത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത്രേ പറയാനുള്ളൂ സാർ ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് എവിടെയെങ്കിലും കേൾക്കുവാണെങ്കിൽ എല്ലാം കേട്ട് അതിനൊരു തീരുമാനം സാർ പറയണം. നമ്മുടെ യൂണിയൻ, നമ്മളെ തൊഴിലാളികൾ ഇതിനുള്ള അഭിപ്രായം സംസാരിക്കണം. അഭിപ്രായം എന്തായിരുന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. തെറി വിളിക്കുന്ന എത്ര ആൾക്കാർ കാണും, തെറി വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ നിനക്കെന്താ എൻ്റെ കാര്യം, ഇതിനകത്ത് സംസാരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇപ്പം ഒത്തിരി ആൾക്കാർ പറയും. വിളിക്കുന്നവർ വിളിക്കട്ടെ, ഞാൻ കള്ളത്തിനല്ല പറഞ്ഞത്, ഞാൻ സത്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി, അവിടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. ഇപ്പം രാഷ്ട്രീയം നോക്കിക്കൊണ്ടിരുന്നാൽ ജീവിക്കാനിരിക്കാൻ പറ്റുമോ? ജീവിക്കണ്ടേ? രാഷ്ട്രീയം മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ? അതിൻ്റെ കൂടെ ജീവിക്കണ്ടേ? ഞാൻ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ആ തൊഴിലാളികളെല്ലാം മുന്നോട്ട് പറയുക, ഇതിനൊരു അഭിപ്രായം പറയണം. തെറ്റോ ശരിയോ നിങ്ങൾ സംസാരിക്കുക.
എൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു. ഗണേഷ് കുമാർ സാറ് ഇത് കാണണമെങ്കിൽ എൻ്റെ മറുപടി പറയണം. വേറെ തെറ്റായിട്ട് എടുക്കരുത് സാർ. ജനങ്ങളുടെ കൂടെ പാവങ്ങളൂടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പത്തനാപുരത്ത് ഒത്തിരി ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അതല്ല സാറേ, ഇപ്പം നമ്മൾ പത്തനാപുരം മാത്രമല്ല, കേരളം ഒട്ടാകെയാണ് ഞാൻ സംസാരിക്കുന്നത്. പാലക്കാട് മുതൽ കാസർഗോഡ് പോലുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. അത് നമുക്ക് ആരോഗ്യസുഖം ഇല്ലാത്തവരാണ്, അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ഡോക്ടർമാർ പറയും കൂടുതൽ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഓട്ടോ എടുത്ത് ചുമ്മാ എടുത്ത് ഓടിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പട്ടിണിയായി പോകും. പട്ടിണിയാണ് ചത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിക്കും. അപ്പം സാറ് എന്നൊരു തീരുമാനം പറയുക. എനിക്കിത് പറയാനുള്ളൂ. ഭയങ്കര വിഷമത്തോടാണ് ഞാൻ സംസാരിച്ചത്. ഇത് സാറ് ബസ് എത്ര വേണമെങ്കിൽ അറിയിക്കും. ഇപ്പം ഒരു പ്രൈവറ്റ് ബസ് കമ്പനി കൊടുത്തു KSRTC ഓടാനായിട്ട് പത്തനാപുരത്ത്. ഇന്നലെ വന്നു നമ്മുടെ പാപ്പനോടും കൂടെ വന്ന് വണ്ടി എടുത്തെന്നൊക്കെ പറഞ്ഞു. തമ്പാനൂർ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം, അടിപൊളി ബസ്സാണ്, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ചെറിയ റൂട്ടിലൊക്കെ വണ്ടി ഓടാം. ജനങ്ങൾ കഷ്ടപ്പെടണ്ട, ജനങ്ങൾ വണ്ടി യാത്ര ചെയ്യട്ടെ. ചെറിയ ചെറിയ വണ്ടികളൊക്കെ ചെറിയ സ്ഥലത്ത് കിട്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെ. അതിന് ഞാൻ നല്ല അഭിപ്രായക്കാരനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും കുടുംബങ്ങളൊക്കെ വണ്ടി ബസ്സിലേക്ക് കയറുന്നവരൊക്കെ തന്നെ. അതിന് 10 രൂപ 15 രൂപ എല്ലാം ലോകം മൊത്തം ഓടാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പാവങ്ങളായ നമ്മൾ ഓട്ടത്തൊഴിലാളികളെങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, അവർ ഉയർന്നുകൊണ്ടിരിക്കും. അതും കൂടെ നമ്മളെ അടിച്ചമർത്തരുത്. ഓട്ടോ തൊഴിലാളികളെ ആരും അടിച്ചമർത്തരുത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ. എല്ലാവർക്കും എൻ്റെ